ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെല്ലാം എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് കോളേജിലാണ് കേട്ടോ. കോളേജിൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ. എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി കോളേജിലെ സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണെന്ന്. കൂടുതൽ സസ്പെൻസ് അടുപ്പിക്കുന്നില്ല, ഞാൻ പറയാം. ഇന്ന് കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ ആണ്. അപ്പോൾ കുറേ ആയി യൂണിയൻ അധികാരത്തിൽ കയറിയിട്ട് എന്ന് തന്നെ പറയാം. ഞാനൊക്കെ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ കേട്ടോ. അപ്പോൾ ഞാൻ കോളേജിലെത്തി പഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ ഞാൻ കുറേശ്ശായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പഞ്ചിങ് സിസ്റ്റം എൻ്റെ കൈയുണ്ടല്ലോ, ഇപ്പോൾ വെച്ച് കഴിഞ്ഞാലും ബയോമെട്രിക്സിൽ എൻ്റെ ഫിംഗർ പതിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ കുത്തി എൻ്റെ പഞ്ച് ഇന്നാക്കി ഞാനിങ്ങനെ പോവാണ് കേട്ടോ. ഇതാണപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഒരു സംഭവം. നമ്മൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള ആക്ച്വലി ഇന്ന് ഗ്രില്ലൊക്കെ ക്ലോസ് ചെയ്തിരിക്കുക. സ്റ്റുഡൻസിനൊന്നും ഇങ്ങോട്ടേക്ക് ഇന്ന് എൻട്രൻസ് ഇല്ല. അന്ന് ഓൺലി ടീച്ചേഴ്സ് മാത്രം സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നു, നല്ല കുട്ടികളായിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഈ കോറിഡോറൊക്കെ ഫുൾ എംറ്റിയാണ്. പിന്നെ ഞാനിതാ ഇന്ന് കുളിച്ച് സുന്ദരിയായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കോളേജിൻ്റെ ടാഗൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാഫ് റൂം വരുന്നത്. ഞാനിരിക്കുന്ന സ്ഥലം ഇതാണ്. ടേബിളൊക്കെ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രോപ്പറാക്കിയിട്ട് ഞാൻ എൻ്റെ ബാഗ് ലഗേജ് അവിടെ വെച്ചു. ലഗേജ് ഒന്നുമില്ല, ജസ്റ്റ് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഒരു മുറ്റം എന്ന് പറയുന്നത് അല്ലേ, മുറ്റം. നല്ല അടിപൊളിയായിട്ട് പന്തലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. 4 സൈഡും കവർ ചെയ്ത് ഒരു ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ അവിടെ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഓരോരുത്തരായി വന്ന് തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് തിരക്കൊന്നും കാണാത്തിട്ട്. പിന്നെ കുറേ പേര് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടേക്കാണ്. ഇപ്പോൾ കണ്ടത് നമ്മുടെ സാബിറ മിസ്സാണ്, നമ്മുടെ HOD ആണ്. പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ഓടിപ്പോവാണ് കേട്ടോ. ഇതാണ് പ്രിൻസിപ്പളുടെ റൂം. അതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഇന്നത്തെ ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ, കുട്ടികളെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം, പിന്നെ നാക്കിനെ കുറിച്ച് കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് വിളിച്ചത്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിരുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സുന്ദരിമണികളായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റുഡൻസിനെ മോണിറ്റർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മളവിടെ പോയി. ഇതാണ് പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ആ വെന്യൂവിൽ പോയി അവിടെ നേരത്തെ തന്നെ സീറ്റൊക്കെ ഉറപ്പിച്ച് അവിടെ ഇരുന്നു കേട്ടോ. പരിപാടി കുറേശ്ശായി തുടങ്ങാറായിട്ടുണ്ട്. ഫസ്റ്റ് ഇനോഗ്രേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് കണ്ടോ, സുന്ദരി കുട്ടികളായിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. എല്ലാ ദിവസവും കുട്ടികളൊക്കെ യൂണിഫോമിലായതുകൊണ്ട് ഇന്ന് കോളേജ് കളർ ഡ്രസ്സിൽ കണ്ടപ്പോൾ അടിപൊളി വൈബ്. എൻ്റെ ബ്ലോഗിൽ ഞാനും വേണ്ടേ. നിങ്ങളെടുക്കണ്ടേ? കുട്ടികളിങ്ങനെ പറയണേ, മിസ്സേ ഞങ്ങളെയും വ്ളോഗിൽ കൂട്ടി നോലങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര കുറവ്. അപ്പോൾ എന്തായാലും നമ്മളെ ചെയർമാൻ്റെ വെൽക്കം സ്പീച്ച്. പല കാരണങ്ങളായിരുന്നു, നമ്മുടെ എക്സാം, വാല്യുവേഷൻ, അങ്ങനെ പല കാരണങ്ങളുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ 10 ദിവസം മുമ്പ് അടുത്തത് നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൾ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും അഭിസംബോധന ചെയ്യുന്നു. ഇവിടെ നമ്മോട്ട് ഏതാനും ദിവസങ്ങളാണ് നമുക്ക് ഈ പ്രക്രിയ പൂർത്തിയാക്കാനുള്ളത്. 1.5 മാസത്തോടുകൂടി നമ്മളുടെ സെൽഫ് സ്റ്റഡി റിപ്പോർട്ട് കൊടുക്കും. അതിനെ തുടർന്ന് 1-2 മാസം കൊണ്ട് അവരുടെ പിയർ ടീം നമ്മുടെ കോളേജ് വിസിറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയതേ, ഇന്ന് വന്ന ചീഫ് ഗസ്റ്റ് ഹാരിസ്ക നമുക്ക് നേരത്തെ അറിയാം, നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ. ആള് മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഹാരിസ്ക ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂ ഫാഷിസ്റ്റ് ഇന്ത്യയെക്കുറിച്ചും സ്റ്റുഡൻസിൻ്റെ റോളിനെ കുറിച്ചും. അങ്ങനെ പിന്നെ രാഷ്ട്രീയക്കാരാകുമ്പോൾ അങ്ങനെയാണല്ലോ, അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. കുറേ വീക്ഷണമൊക്കെ ഉള്ള ആളുകളാണല്ലോ ഈ രാഷ്ട്രീയക്കാർ. അവർക്ക് വളരെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും കുട്ടികളെല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് പ്രോഗ്രാംസൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നമ്മുടെ യൂണിയൻ പ്രവർത്തനങ്ങളും കൊണ്ടുപോകുമെന്നും അതുപോലെ തന്നെ യൂണിയന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നെ കുറേ പേര് ആശംസ, വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇനോഗ്രൽ സെഷൻ കഴിഞ്ഞിട്ട് സ്റ്റേജ് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ സ്റ്റുഡൻസിൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാംസാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഗേൾസിൻ്റെ പ്രോഗ്രാം കേട്ടോ. ഞാനിപ്പോൾ കോളേജിൽ പുതിയതായി ജോയിൻ ആയതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളെ എനിക്കറിയില്ല. ഞാൻ ആകെ 2-3 ക്ലാസ്സിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ പ്രോഗ്രാംസ്, അവരേതാ ക്ലാസ്, അവരുടെ പേരൊക്കെ എനിക്കറിയുള്ളൂ. അപ്പോൾ അവരുടെ പേരൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ നസ്ര കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു പ്രോഗ്രാം മൊത്തം വീഡിയോ എടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും എന്താ പറയുക വീണ്ടും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ ഡാൻസിൻ്റെ സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ചെയ്യുന്നത്. കാരണം അതുണ്ടായി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഡാൻസ് സോങ്സ് ഒഴിവാക്കിയിട്ട് ഞാനിങ്ങനെ എൻ്റെ സൗണ്ടിൽ ആക്കുകയാണ്. അടിപൊളി പെർഫോമൻസ് ആട്ടോ. ഞാനിങ്ങനെ നോക്കി നിന്നു. പിന്നെ മാത്രമല്ല കേർട്ടൻ റൈസർ എന്നൊക്കെ പറയാം, ഫസ്റ്റത്തെ പ്രോഗ്രാം അല്ലേ, പെൺകുട്ടികളിങ്ങനെ നല്ല ബോൾഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയി കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ കോളേജ് ഡേയ്സൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ട്, ഞാൻ കോളേജിലായിരുന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ആർട്സ് സ്പോർട്സിലൊക്കെ മോശം, ഓടാനും ചാടാനൊക്കെ ഭയങ്കര വീക്കാണ്. പക്ഷെ എന്നാലും എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. പിന്നെ കോളേജിൽ ഞാനും ചെയർപേഴ്സൺ ആയിരുന്നു പഠിച്ചിരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനും ഇതുപോലെ ഒരു പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര അഭിമാനം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷം, ഒരു റീലിവ് ചെയ്ത പോലത്തെ ഒരു ഫീലായിരുന്നു. ഞാൻ ആക്ച്വലി 4.5 കൊല്ലം ഒരു കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇസ്ലാമിക് കോളേജ് ആയിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പെൺകുട്ടികൾ കളിച്ചു. ഇതൊന്നും ഏതാ ക്ലാസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല സുന്ദരി കുട്ടികളാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ വോയിസ് കൊടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം വോയിസും കൂടെ കൊടുക്കുമ്പോൾ, അതായത് മ്യൂസിക്കും കൂടെ ആഡ് ചെയ്യുമ്പോഴാണല്ലോ ഡാൻസിൻ്റെ മനോഹാരിതയ്ക്ക് വരുന്നത്. പക്ഷെ അതൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് നല്ല സങ്കടമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കണം എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആക്ച്വലി എല്ലാ വീഡിയോസും, അതായത് എല്ലാ ഡാൻസിൻ്റെ കുറച്ച് ഭാഗം കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഐഡിയ ഇല്ല, ഒന്നും നടക്കും തോന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിയൻസ്, നല്ല ജനനിബിഡമായ ഓഡിയൻസാണ്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. അവിടെ പുറത്തുള്ള ചായക്കടക്കാരനോട് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്കാക്ക നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടാവുമല്ലോ, എന്നാൽ ആർട്സ് ഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ പുറത്തായിരിക്കുമല്ലോ ചായ കുടിക്കാനൊക്കെയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ കൊളീഗ് പറഞ്ഞേ, ചായക്കടക്കാരൻ പറഞ്ഞു അവിടെ ഒന്നും വലിയ തിരക്കില്ല എന്ന്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ, എല്ലാവരും ഇതിനകത്ത് തന്നെ, ഒന്നും പരിപാടികൾ മിസ്സാവണ്ടെന്ന് വിചാരിച്ച് ഇതിനകത്ത് തന്നെ ഇരിക്കായിരുന്നു എല്ലാവരും. ഇത് നമ്മുടെ അടുത്ത ടീമാണ് കേട്ടോ. ഇത് ഏതാ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ക്ലാസ് അറിഞ്ഞൂടാ, BComോ BB അങ്ങനെ എന്തോ ആണ്. ഇവരുടെ ഡാൻസ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം കുറേ കോമാളി സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇതന്നെയാണല്ലോ കോളേജ് ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണലായിട്ട് കളിക്കില്ല, എല്ലാവരുടെയും മനസ്സിൽ കയറുക എന്നാണ് കോളേജിലുള്ള ഒരു മെയിൻ സംഭവമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം, അതായത് നോട്ട് ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയർ, മാനറിസംസ്, നമ്മുടെ കുറേ പെർഫോമൻസുകൾ, കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സ്റ്റെപ്പില്ലേ, ഇതൊക്കെ എന്താ രസം എന്നറിയോ, ഓരോ പാട്ടിനൊക്കെ ഇവർ ഇടുന്ന സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞു, അത്രക്കും ടോപ്പ് സ്റ്റെപ്പുകളാണ്. ഞാൻ ഇങ്ങനത്തെയൊക്കെ നമ്മുടെ റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊക്കെ കുറേ ലൈക്സും കാര്യങ്ങളൊക്കെ കണ്ടോ. ഓരോ സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് മണ്ണ് വെപ്പെന്ന് പറയില്ലേ, അങ്ങനത്തെ സംഭവമായിരുന്നു. കുറേ എന്താ പറയുക, കണ്ടില്ലേ സ്റ്റെപ്പ് ഓരോന്ന് കാണിക്കുന്നത്, സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടിപ്പുറത്തായിരുന്നു ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഒരു ദിവസം അവരെന്താ ചെയ്തതെന്നറിയോ, ഞാനവരിങ്ങനെ പോരുമ്പോൾ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ മൈൻഡാക്കാതെ പോരുന്നേ. അപ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയപ്പോൾ എൻ്റെ ഒരു വ്ളോഗ് ഉണ്ട് അവർ സ്പീക്കറിൽ ഇട്ടിട്ട്, ഭയങ്കര ശബ്ദത്തിൽ സ്പീക്കറിൽ എൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്ന് റബ്ബ് ഈ സൗണ്ട് കേൾക്കണമെന്ന് വിചാരിച്ച് പോയപ്പോൾ ഇവർ വ്ളോഗ് ഇട്ടിരിക്കുകയാണ് എൻ്റെ. അപ്പോൾ ഞാനവിടെ പോയി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവരെന്നെയാണെന്ന് തോന്നുന്നു, ഈ ടീം തന്നെയാണെന്ന് തോന്നുന്നു. കോളേജ് ആകുമ്പോൾ അങ്ങനെയല്ലേ കുറേ രസങ്ങളൊക്കെ. പിന്നെ ഇവരുടെ ഓരോ സ്റ്റെപ്പുകളെ, ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ, അതായത് ഈ എന്താ പറയുക, എൻ്റെ മോളൊക്കെ ഒരു 3-4 വയസ്സിലൊക്കെ കേട്ടിരുന്ന പാട്ട്, അതിനൊക്കെയാണ് അവർ സ്റ്റെപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് നിവൃത്തിയില്ല ഗൈസ്, ഇതിൻ്റെ വോയിസ് കേൾപ്പിക്കാൻ, മ്യൂസിക് കേൾപ്പിക്കാൻ നിവൃത്തിയില്ല. അതാണ് കണ്ടോ സ്റ്റെപ്പൊക്കെ, എന്താ മാരക സ്റ്റെപ്പ് എന്നറിയോ, അടിപൊളി. എന്തായാലും ഉഷാറാണ്. കോളേജ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വൈബ്, ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. കുറേ പ്രൊഫഷണൽ സംഭവമല്ല, ആർട്സിനൊക്കെ ആകുമ്പോൾ അവരെ നന്നായിട്ട് കളിക്കണം. ഇത് മറ്റു സുന്ദരി ടീമായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒന്നും പറയാല്ല. പുൾക്ക ഡോട്ട്സൊക്കെ ഇട്ട് മഞ്ഞ സാരിയിൽ സുന്ദരികളായി വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് കഴുത്തിലല്ല മുടിയിലൊരു പൂവൊക്കെ ഇട്ടിട്ട് നല്ല കളി. ഇവരെ എന്താണ് ഒരു ഉണ്ടല്ലോ, എന്താ പറയുക, പണ്ടത്തെ കൈൻഡ് ഓഫ് പാട്ടുകളില്ലേ, അതിനാണ് കളിച്ചത്. ഇവരെ പാട്ടിൻ്റെ സെലക്ഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. എന്നും കൂടെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ ഡാൻസിനെ കുറിച്ചൊക്കെ അടിപൊളിയായിട്ട്. ഇതിൽ കുറേ കുട്ടികൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതെന്നൊക്കെ പറയും. ഞാൻ പക്ഷെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സൊക്കെ എന്നെക്കാളും മുന്നേ വന്നതായതുകൊണ്ട് അവർക്ക് ഇവരെക്കുറിച്ചൊക്കെ നല്ല കൃത്യമായ ധാരണ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. ഇത് പിന്നെ നെക്സ്റ്റ് ടീം 3 പാവാടക്കുട്ടികളാണ്.
ഇവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടോ, നല്ല ഉഷാറായിരുന്നു. എന്താ പറയുക, ഒന്നും പറയാനില്ല. വൈബ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീലീവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു മുന്നത്തെ കോളേജ് ലൈഫ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഇവിടെ പോയപ്പോൾ. പിന്നെ ഭയങ്കര സന്തോഷവും, കാരണം എനിക്ക് അറിഞ്ഞൂടാ, പറയാൻ പറ്റാത്ത അത്രയും സന്തോഷം എനിക്ക് ഫീൽ ചെയ്തു. എന്താ വെച്ചാൽ ഞാൻ സാധാരണ ദിവസമൊക്കെ ജസ്റ്റ് വരും പോകും മാത്രം കോളേജിൽ വേറെ ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ആവില്ല. പക്ഷെ ഇന്നലെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഒരു കോളേജ് ലൈഫിലേക്ക് പോയപ്പോൾ ഞാനൊരു കോളേജ് കുട്ടിയായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രക്കും ഓർമ്മകളാണല്ലോ ഇങ്ങനെ ആ ഒരു സ്റ്റേജിലൊക്കെ ഞാൻ നിന്നിരുന്നൊക്കെ എനിക്ക് ഓർമ്മ വന്ന്. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ കോളേജിലായിരുന്ന സമയത്തെ പെർഫോമൻസ് സ്റ്റേജിലിങ്ങനെ നടക്കുമെങ്കിലും നമ്മൾ സ്റ്റേജിൻ്റെ താഴെ നിന്നിട്ട് കളിക്കും. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു വുമൻസ് കോളേജിലായിരുന്നു. അപ്പോൾ വുമൻസ് കോളേജിലെ രാജാക്കന്മാർ രാജ്ഞികളൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ഇവരെ ഞാൻ പഠിപ്പിക്കുന്നതാണ്, സോഷ്യോളജിയിലെ കുട്ടികളാണ്. അപ്പോൾ ഇവരിങ്ങനെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒക്കെ ഇടയിൽ എന്നോട് ചോദിക്കും, മിസ്സേ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും വേണ്ട, അവിടെ ഇരിക്കും, ക്ലാസ് കേട്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു 5-10 മിനിറ്റൊക്കെ ബ്രേക്ക് കൊടുക്കും. പക്ഷേ എൻ്റെ കുട്ടികൾ എന്നാലും ഉഷാറാക്കിയിട്ടോ, ഡാൻസ് അടിപൊളിയാക്കും. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, നമ്മളെ സ്വന്തം ആണെന്ന് തോന്നുന്ന കുട്ടികൾ ഇങ്ങനെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ വലിയ മോളുണ്ടല്ലോ, ഇവ ഇതേപോലെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ്, അതുപോലെ തന്നെ ഒപ്പന, അങ്ങനത്തെയൊക്കെ നന്നായിട്ട് ചെയ്യും കേട്ടോ. അപ്പം സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവളും ഉണ്ടാവും. എനിക്ക് അവളെ സ്റ്റേജിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ കണ്ണിൽ വെള്ളം നിറയും. കാരണം ഒരു കാലത്ത് ഞാനുണ്ടായിരുന്ന ഒരു സ്പേസിലേക്കാണല്ലോ ഇപ്പം എൻ്റെ മോള് വളർന്നു വരുന്നതെന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനെ വേറെക്കുറെ അതേക്കെ പോലത്തെ ഫീലാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ. ഒരു ടീച്ചർക്ക് തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റെ കുട്ടിയല്ല എന്ന് തോന്നുന്ന ആ നിമിഷം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണല്ലോ. വളരെ സത്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നമ്മളെ സ്വന്തം കുട്ടികളായിട്ട് ഫീൽ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കണ്ടോ, കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊക്കെ ക്യാമറ തിരിച്ചതുപോലെ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെന്താണ്, ഇതാണ് നമ്മുടെ ആ കോഡ് സെറ്റ് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞില്ല, അവരാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ നമ്മുടെ മഞ്ഞ സുന്ദരികൾ, എന്താണ് ബനിയൻ, അതായത് ടീഷർട്ടും ജീനും ഇട്ടിട്ട് കുറച്ച് ടീം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നന്നായിട്ട് കളിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ സെൻറ്ററിൽ നിൽക്കുന്ന കുട്ടിയില്ലേ, ഫസ്റ്റ് കയറിയ കുട്ടീനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാഷാല്ലാ എത്ര മനോഹരമായിട്ടാണ് കളിച്ചതെന്നറിയോ. ലിറ്ററലി ഞാൻ അവളെ മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഡാൻസിൽ. മറ്റവരൊക്കെ ഉണ്ട്, പക്ഷേ എന്താ പറയുക, അടിപൊളിയായിട്ട് കളിച്ചു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് കളിച്ചു, ഒന്നും പറയാനില്ല. എല്ലാവരുടെ ശ്രദ്ധയും അവളിലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ബാക്കിയുള്ളവർ നന്നായിട്ട് കളിച്ചിട്ടോ, ഇല്ല എന്നല്ല, പക്ഷേ ഇവളെ വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് കളിച്ചതുകൊണ്ട് എല്ലാവരും അവളെ തന്നെ ശ്രദ്ധിച്ചിരിക്കാനാണ് നല്ലത്. എനിക്ക് മനസ്സിലായൊരു റിയാലിറ്റി എന്താ വെച്ചാൽ നസ്ര കോളേജ് എത്ര അഡ്വാൻസ്ഡ് ആണ്. കാരണം എത്ര സ്കില്ലുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നതെന്നുള്ള എനിക്ക് ഒരു ഭയങ്കര തിരിച്ചറിവുണ്ടായിട്ടോ. കാരണം കുട്ടികളൊക്കെ ഒന്നിനൊന്നും നന്നായി കുറഞ്ഞ ടൈം ഇവർക്കൊക്കെ പ്രാക്ടീസിന് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നന്നായിട്ട് തന്നെ എല്ലാവരും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാ, എന്തായാലും അടിപൊളിയായി. ഇവരൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. സൗണ്ട് കാണിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം. പിന്നെ ഇതൊരു പാട്ടായിരുന്നു കേട്ടോ. പാട്ട് ഐറ്റം വളരെ കുറവായിരുന്നു. 2-3 ആളുകൾ മാത്രമേ പാട്ട് പാടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പാട്ട് പാടാൻ വേറൊരു സ്കില്ല് വേണം അല്ലേ. അത് സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിന്ന് പാടണമെങ്കിൽ വേറൊരു തൊലിക്കട്ടി വേണം. തൊലിക്കട്ടി നല്ല കോൺഫിഡൻസ് എന്ന് പറയാം. തൊലിക്കട്ടി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വേർഡ് ആയിപ്പോയല്ലോ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത പയ്യൻ ടീം നല്ല ലെങ്കി വളങ്കി ടീഷർട്ടല്ല ഷർട്ടൊക്കെ ഇട്ടിട്ട് കണ്ടോ, എന്താ എല്ലാവരുടെയും എനർജി എന്നറിയോ. സ്റ്റേജ് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തകർത്ത് മറിക്കാനുള്ള ഒരു എനർജിയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് പറഞ്ഞപ്പോഴേ ഇന്ന് ഞാനേ കോളേജിൽ നിന്ന് പോരുന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം നടന്നത് ഇന്നലെയാണ് കേട്ടോ. അതായത് എന്നായിരുന്നത്, വ്യാഴാഴ്ചയായിരുന്നു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഇന്ന് കോളേജ് ക്ലോസ് ചെയ്യുന്ന ദിവസം. അപ്പം എന്നോട് കുട്ടികൾ വന്നിട്ട് ചോദിച്ചു, അല്ല മിസ് നിങ്ങളെന്താ വ്ളോഗ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് തന്നെ ഞാൻ എന്തോ വ്ളോഗൊക്കെ ചെയ്യുന്നുള്ളത് അവിടെ ആരൊക്കെയോ പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഒന്നാമത്തെ ഇതെന്താ പറയുക, പഠിച്ചോനെ എൻ്റെ ചാനലൊന്നും ആരും അറിയരുതേന്ന്. കാരണം വ്ളോഗ് നമ്മുടെ സംഭവങ്ങൾ എന്നൊക്കെ നമ്മൾ ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു കാര്യമല്ലേ. അതൊരു പബ്ലിക്കായിട്ട് ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന കോളേജിലൊന്നും ഞാൻ എൻ്റെ റീൽസോ അല്ലെങ്കിൽ എൻ്റെ വ്ളോഗോ ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. എനിക്കെന്തോ ഭയങ്കര മടിയാണ്, അതൊക്കെ ഭയങ്കര കുറവാണെന്നൊക്കെ പറയുമല്ലോ. എൻ്റെ അടുത്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയും, ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബറാണെന്ന് പറയുമ്പോൾ എനിക്കെന്തോ നാണം വരും. എനിക്ക് ഭയങ്കര ചമ്മല, ഭയങ്കര മടിയാണ് സബ്സ്ക്രൈബറാന്ന് പറയുമ്പോൾ. ഇങ്ങനെ ചില വ്ളോഗേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, സബ്സ്ക്രൈബറാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്നൊക്കെ. പക്ഷെ എൻ്റെ കേസ് നേരെ തിരിച്ചാണ്. ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബറാന്ന് പറയുമ്പോഴത്തെ എനിക്ക് നാണം വരും. അപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡാക്കാതെ കാണിക്കാതെ ഇങ്ങനെ നിൽക്കുക ചെയ്യാറുള്ളത്. എന്തോ അങ്ങനെയൊക്കെ. ഇത് നെക്സ്റ്റ് ടീം, ഇവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചു. ഇവരൊക്കെ കോസ്റ്റ്യൂം നോക്കണേ, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ആയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്.
നല്ല അടിപൊളി പെർഫോമൻസസ് ആണ്. അതിൻ്റെ ഒന്നും സൗണ്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും ഭംഗി ഉണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, എന്താ ചെയ്യാല്ലേ, ഈ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ പൊളിച്ചേനെ. കാരണം കുട്ടികളുടെ പെർഫോമൻസ് കൊണ്ട് കേട്ടോ, നല്ല പെർഫോമൻസ് കൊണ്ട് ഇതൊക്കെ പൊളിച്ചേനെ. പക്ഷേ അത് പറ്റാത്ത ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ലൈറ്റിംഗ് ഒക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ലൈറ്റിംഗ് ആയിരുന്നു. ആക്ച്വലി എന്താണെന്നറിയോ, 11 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു, 1 മണിയായിട്ടും ആരും നീറ്റ് പോകണില്ല. ഞാൻ വിചാരിച്ചു കുട്ടികൾക്കൊക്കെ വിശന്നാൽ നീറ്റ് പോകില്ല. പക്ഷേ കുട്ടികളൊക്കെ ലിറ്ററലി എൻജോയ് ചെയ്യായിരുന്നു. എല്ലാവരും എന്നെ പോലെ തന്നെയാണ് തോന്നുന്നു, ലിറ്ററലി എൻജോയ് ചെയ്യായിരുന്നു എല്ലാവരും. ഇങ്ങനെ നിന്നിങ്ങനെ കാണും. ഇത് അടുത്ത ടീം കണ്ടോ, ഫുൾ എനർജി. എല്ലാവരും ഒരു ഇവിടെ നിന്നാണ് എൻട്രി പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടെ നിന്നാണ് എൻട്രി ചെയ്യുന്നത്. കൂളിംഗ് ഗ്ലാസ് കെട്ടി ബാക്ക് പോണ കാക്ക ഇങ്ങനെ ആടിയാ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടീമിൻ്റെ ഡാൻസ്. ഇത് ഫുള്ള് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. എന്തായാലും ഉഷാറാക്കി മക്കളെ, നിങ്ങളൊക്കെ തകർത്തു തിമിർത്തു, അത്ര എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര സന്തോഷം. എല്ലാവരും കുറേശ്ശായിട്ട് ഇൻഷാ അല്ലാഹ് പരിചയപ്പെടണം. ചെന്നിട്ട് കുറച്ച് ആളുകളെ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ, ഇനി എല്ലാവരും പരിചയപ്പെടണം. ഇതൊക്കെ ഞാൻ ആക്ച്വലി നല്ല മ്യൂസിക് വെച്ചിട്ട് എടുത്തായിരുന്നു കേട്ടോ. ഒന്നും മ്യൂസിക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടം, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചു. ഇവർ ബ്ലാക്ക് ആൻഡ് എന്താണ് കോമ്പിനേഷൻ, എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടുകൂടാ, അത് സിൽവറാണ് തോന്നുന്നു. ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ ആയിരുന്നു ഇവരുടെ ഡ്രസ്സ്. സ്റ്റേജും അവരും മൊത്തത്തിൽ തിളങ്ങുന്നുണ്ട്. ഇതൊരു പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് സ്റ്റേജിൽ വന്നിരുന്നു നിൻ്റെ മിഴിമീനെ കൊണ്ടെൻ്റെ നെഞ്ചിലേറും, അതാണ് തോന്നുന്നു പാട്ട്. ഞാൻ പാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യും, എന്ത് ശോകാണ് നിങ്ങളെ പാട്ട് എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥ. ഇവർ നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവമൊക്കെ തട്ടിക്കൂട്ട് ഡാൻസുകളാണ്. ഇവരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുത്തതല്ലേ. പക്ഷേ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ, നമുക്ക് ഓർക്കാനൊക്കെ എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ ഓർക്കാനൊക്കെ എപ്പോഴും അടിപൊളിയായിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ. എന്തായാലും നല്ല ഉഷാറായി അടിപൊളിയാക്കി. ഇതിൽ എല്ലാവരും 19 നമ്പർ 19 ടീഷർട്ട് ഇട്ടിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ഒക്കെ വൈബ്, കളറ് സെറ്റ്, കുറേ പാട്ടുകളൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ്. ഈ ഫ്രണ്ടിൽ ഡാൻസ് കളിക്കുന്ന അവൻ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാം എന്താ വ്ളോഗ് അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉഷാറായിട്ടുണ്ട്, അടിപൊളിയാണ്, സെറ്റാണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. 2 മണിയല്ല 1:30 ആയപ്പോൾ വിട്ടു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പുറപ്പാടിലാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോവാണ് കേട്ടോ. സംസാരിക്കേണ്ട, അതിന് ഇതിൽ സൗണ്ടൊന്നും ഞാൻ കൊടുക്കില്ല, ഞാൻ മിക്സ് ചെയ്യാണ്, കാരണം അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള ഡോറ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നദീറ മിസ് എപ്പോഴും ഇവിടുത്തെ ബിരിയാണി വാങ്ങിച്ച് കഴിക്കും കേട്ടോ. ഇവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാണെന്നാണ്. അപ്പോൾ പോയി നോക്കിയപ്പോൾ 1 ഇഞ്ച് സ്ഥലമില്ല, 4 കുത്ത സ്ഥലമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികൾ നമ്മൾക്ക് മുന്നേ അവിടെ എത്തിയിട്ടുണ്ട്, ഫുള്ള് സ്ഥലം ഫില്ലാണ്. പിന്നെ കുറേ പേര് പറഞ്ഞു മിസ് എവിടെ ഇരിക്കണമെന്നൊക്കെ ചോദിച്ചു. ഇത് നമ്മളെ സഹലാണ് കേട്ടോ, ക്ലാസ്സിലെ വികൃതിക്കുട്ടനാണ്. എന്തായാലും ഉഷാറാണ്, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിനെന്താ ഞാൻ ക്യാപ്ഷൻ കൊടുക്കണ്ടേ? ഡോറയിലെത്തി നമ്മൾ പാർസൽ ഓർഡർ ചെയ്തു കേട്ടോ. പാർസൽ ഓർഡർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു 10-20 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും രഹന മിസ്സും വിചാരിച്ചു നമ്മൾ പോയിട്ട് അവല് മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ചാൽ തൊട്ടപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവല് മിൽക്ക് കുടിച്ച് നമ്മൾ തിരിച്ച് കോളേജിൽ തന്നെ എത്തിയിട്ട് ഇവിടുത്തെ ക്യാപ്ഷൻസൊക്കെ നല്ല അടിപൊളിയാണ് ഗൈസ്. ഇത് നമ്മുടെ സാബിറ മിസ്, നമ്മുടെ HOD ആണ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HODയും രമേശ് സർ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളാണ്. അവർ രണ്ടുപേരുടെ ഡുവറ്റ് പാട്ടാണ്. എൻ്റെ റബ്ബേ, ഞാൻ സാബിറ മിസ്സിൻ്റെയൊക്കെ ഫാനായി. കാരണം നമ്മുടെ കൂടെ ഇത്രയും സ്കില്ലുള്ള ഇത്രയും ടാലൻ്റുള്ള ഒരു മിസ് ഉണ്ടായിരുന്നു, നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്ന് തന്നെ പറയാമല്ലോ. എന്ത് ഭംഗിയായിരുന്നു അറിയോ. എനിക്ക് തോന്നുന്നത് ഈ പാട്ടിട്ടത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടാകും. മിസ്സിൻ്റെ പാട്ടുണ്ടല്ലോ, കണ്ണൻ എന്നെ വിളിച്ചോ, ആ ഒരു സംഭവം എന്താ റബ്ബി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് മിസ്സ് പെർഫോം ചെയ്തത്, ഒന്നും പറയില്ല. രമേശ് സാറും വളരെ നന്നായിട്ട് പാടിയിട്ടോ. പക്ഷേ സാബിറ മിസ് എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ നമ്മളെ സ്വന്തം ടീച്ചർ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് പാടുക എന്ന് പറയുമ്പോൾ നല്ല രസം. എന്തായാലും രമേശ് സാറ് ഡ്യുവറ്റ് പാടാൻ തിരഞ്ഞെടുത്ത ആൾ സെലക്ഷൻ നല്ല അടിപൊളിയാണ്. പിന്നെ മിസ്സും പാടി. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ ഭയങ്കര രസമായിരുന്നു. രാധേ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂട്ടത്തിൽ രാധേന്ന് ഉറക്കെ വിളിച്ച് പാടിയിരുന്നു. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇതുപോലൊക്കെ പാടാനുള്ള കഴിവുണ്ടെങ്കിൽ ഓഡിയൻസിനെ കയ്യിലെടുക്കാമല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് പാടാനൊന്നും അറിയില്ലെങ്കിലും കുട്ടികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പാടും. ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികാരം പറയൂലെന്ന് തോന്നുന്നു.
ഇത് സാരി എടുത്ത സുന്ദരികൾ കേട്ടോ. പണ്ടൊക്കെ ടീച്ചേഴ്സായിരുന്നു കോളേജിൽ സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലം മാറി, ഇപ്പോൾ സ്റ്റുഡൻസാണ് സാരിയിലൊക്കെ വരുന്നത്, സുന്ദരികളാണ്. സാരിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചോർഡ് ലുക്കാണല്ലോ. പിന്നെ എനിക്കതൊന്നും ശരിയാവില്ല എന്നേ, എന്നോട് എല്ലാവരും പറയും സാരിയൊക്കെ എടുത്ത് വന്നോടേ എന്നൊക്കെ. പക്ഷേ നമുക്കതൊന്നും ശരിയാവില്ല, കാരണം അതിനൊക്കെ കുറേ ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഞാൻ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ. എന്തായാലും അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ, സാരി എടുത്ത സുന്ദരികളുടെ ഡാൻസ്. അതിൻ്റെ മുന്നേ നിങ്ങൾ കണ്ടല്ലോ ഒരു സാരി എടുത്ത സുന്ദരീൻ്റെ ഡാൻസ്. ഇത് നമ്മുടെ സലീൽ സാറാണ് കേട്ടോ, നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതോ BBA അല്ലെങ്കിൽ BCA ഏതോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആണ്. ഇപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും വർക്ക് ചെയ്യുന്ന കോളേജിലെ ടീച്ചേഴ്സിനെ തന്നെ ശരിക്കും അറിയില്ലേന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം ആകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാറിൻ്റെ പാട്ടിൻ്റെ ഭംഗിയോണ്ട് കുട്ടികളടക്കം ഡാൻസ് കളിക്കാൻ തുടങ്ങി, അടിപൊളിയായിട്ട് പാടി, അതും ഉഷാറായിട്ട്. ഇതെന്താ പരിപാടി അറിയോ, പ്രിൻസിപ്പള് എന്താണ് ടോക്കൺ ഓഫ് ലവ് ആൻഡ് അപ്രീസിയേഷൻ കൊടുക്കട്ടെ, അവാർഡ്. നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക്, അതുപോലെ തന്നെ ബഷീർ ക്വിസ് ഡേൻ്റെ അന്ന് ക്വിസ് പ്രോഗ്രാം നടത്തിയത്, അങ്ങനെ എന്തൊക്കെയോ പ്രോഗ്രാംസാണ്. ആ സ്റ്റേജിൽ കാണുന്ന ആളാണ് കേട്ടോ മുഹമ്മദ് കുട്ടി സാറ്. നമ്മുടെ കോളേജിലെ മമ്മൂട്ടിയാണ്, മമ്മൂട്ടി സാർ എന്ന് വിളിക്കുക. അങ്ങനെ സാറ് വഴിയാണ് ഞാൻ ആക്ച്വലി കോളേജിൽ ജോയിൻ ചെയ്തത്. സാറിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വേക്കൻസി ഗ്രൂപ്പ്. അപ്പോൾ അതിലിങ്ങനെ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാറ്. കോളേജിൽ വരുമ്പോൾ എനിക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ മുഹമ്മദ് സാർ ഉണ്ടല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യല്ലോ എന്നൊക്കെ. ഇപ്പോൾ എല്ലാവരും മമ്മൂട്ടി സാർ എന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്കത് മമ്മൂട്ടി സാറായി. ആക്ച്വലി ഞാൻ മുഹമ്മദ് സാറിനൊക്കെ വളരെ റെസ്പെക്റ്റോടെ വിളിക്കാറാണ് ഉള്ളത് കേട്ടോ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. മമ്മൂട്ടി സാറിന് എല്ലാവരും സ്നേഹത്തോടു കൂടെ വിളിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞ കൺഫ്യൂഷനില്ല, മമ്മൂട്ടി സാറിന് വിളിക്കണോ സ്നേഹത്തോടെ അതോ മുഹമ്മദ് സാറിന് റെസ്പെക്റ്റോടെ വിളിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മറ്റൊരു ഡാൻസ്, ചുരിദാർ ഇട്ട സുന്ദരികളുടെ ഡാൻസ്. അപ്പോൾ ഇത്രയും നേരം സാരി കണ്ടു, അതുപോലെ തന്നെ ടീഷർട്ട് കണ്ടു, പിന്നെ ജീനും ടോപ്പിട്ട ഡാൻസൊക്കെ കണ്ടില്ല. മൈ ഡിയേഴ്സ്, ഈ ഡാൻസ് ഒന്നും പറയാനില്ല, രക്ഷ എന്ന് പറഞ്ഞ പൊളി ഡാൻസ് എന്ന് പറഞ്ഞാൽ നോ വേർഡ്സ് ടു സേ. ബെസ്റ്റ് ഡാൻസ് പെർഫോമൻസ് എന്ന് പറയാം, ഇന്നലെ നടന്ന പ്രോഗ്രാമിലെ ബെസ്റ്റ് ഡാൻസ് പെർഫോമൻസ് എന്ന് പറയാം. റോബോട്ടിക് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കളിച്ചു. ഒരു ഹോസ്റ്റലേഴ്സാണ്, ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പം അതിൽ 2 പേരെങ്ങാണ്ടോ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലുള്ള, അതായത് ഞാൻ എന്താണ് 4th സെം ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ട്യൂട്ടറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, അപ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാം എൻ്റെ കുട്ടികളാണെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ ഈ മുന്നിൽ നിന്ന് വിക്രസ് കാണിക്കുന്ന ആൾ അലിയാണ് കേട്ടോ. അലീനെ ഞാൻ ജാമ്യയിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്നു. അവൻ അവിടെ നിന്ന് മുങ്ങി. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ എന്നോട് ആരോ പറഞ്ഞേ, മിസ്സേ നിങ്ങളെ പേടിച്ചോ ജാമ്യ വിട്ടുപോയി, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടും വന്നോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ കഥ. നന്നായിട്ട് കളിക്കുന്നുണ്ട്, മാഷാ അല്ലാ. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. പിന്നെ ഇത് ഒന്നും പറയാനില്ല, ഇത് ഞാൻ കുറേ ചിരിച്ച് മരിച്ചു. ഇത് 3 ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. ഏതാ ക്ലാസ്സും സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ എൻജോയ് ചെയ്ത മറ്റൊരു പ്രോഗ്രാം. ഇവരിങ്ങനെ പാട്ടും പാടി പാട്ട് പാടുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്നറിയോ, ഇടയ്ക്ക് ഈ സെൻറ്ററിൽ നിൽക്കുന്ന ഭയങ്കര ആത്മാർത്ഥത ഉള്ളവനോ, ഓന് എന്തെന്നെ സംഭവിച്ചാലും ഓൻ പാട്ട് നിർത്തൂല. ഓൻ ബാക്കിയുള്ളവരൊക്കെ പാടും വിചാരിച്ചിട്ട് പാടാൻ തുടങ്ങി കഴിഞ്ഞാൽ മറ്റവരെ ഇടയ്ക്കിടയ്ക്ക് കാല് വരൂര് പാടൂല. അപ്പോൾ അവൻ ഒറ്റയ്ക്കപ്പോൾ മൈക്ക് ഇങ്ങനെ പൊക്കി വെക്കും, ഇവർ പാടുന്നില്ലേന്ന്. അങ്ങനെ ഞാൻ കുറേ ചിരിച്ചു കേട്ടോ. എന്തായാലും ഉഷാറായിട്ട് പാടിയിട്ടുണ്ട്. ഇതിന് വേണമല്ലോ ഒരു കോൺഫിഡൻസ്. ഇതൊക്കെ എന്താണ്, കടത്ത് തോണിക്കാരനാണ് ആ പാട്ടില്ലേ, അതൊക്കെയാണ്. ഞാൻ ആക്ച്വലി ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് ഇതിൻ്റെ ഒരു പാട്ടായിരുന്നു. എങ്ങനെ അറിയോ, ഇത് വെച്ചിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ ഒന്നും പറയണില്ല, ഫുള്ള് തള്ള് ഇസ്പിത്തരന്നായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. അപ്പോൾ ഇത് മറ്റൊരു പാട്ട്, ഈ പാട്ട് ലയിച്ച് പോയി എന്ന് പറയാലോ, മെഹബൂബ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, ആ പാട്ടായിരുന്നു കേട്ടോ. വോയിസ് ഓവർ കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, വോയിസ് ഓവർ അല്ല ഇതിൻ്റെയൊക്കെ റിയൽ പാട്ട് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പാടുന്നത്. എൻ്റെ ഒരു കഷ്ടകാലങ്ങൾ ആലോചിക്കണം, അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇത് പിന്നെ നമ്മുടെ കോളേജിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയാം. കാരണം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ആങ്കർ കേട്ടോ. ആളുടെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ആങ്കർ. ഇന്നത്തെ മൊത്തത്തിലുള്ള പ്രോഗ്രാം ആളുകളെ വിളിക്കാം, കൺട്രോൾ ചെയ്യുകയും മോണിറ്ററൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളാട്ടോ. ഇവൾ ഫസ്റ്റ് ഇംഗ്ലീഷിലുള്ള സ്റ്റുഡൻ്റാണ്. എന്തൊരു രസമായിട്ടാണ് ഡാൻസ് കളിക്കണതെന്നറിയോ. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഈ മോള്. കാരണം
പല ആളുകളും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് പോകുമല്ലോ. പക്ഷെ ഇവള് എന്ത് മനോഹരമായിട്ട് ഡാൻസ് കളിച്ചെന്ന് തരുമോ. ഇനി ഇവളെ കോളേജിൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. കാരണം അവൾക്ക് കിട്ടിയ കയ്യടി സ്വീകാര്യതയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ഞാൻ ആകെ ഒരു പ്രാവശ്യം കണ്ട ഒരു ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. പക്ഷെ കാണുമ്പോൾ ഓടി വരിക നമ്മളോട് വർത്താനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുട്ടികളുടെ സ്വഭാവമാണല്ലോ അതിലൊക്കെ നമുക്ക് മനസ്സിലാവുക. നല്ല മോളാട്ടോ, നല്ല മോള് കാരണം മാഷാ അല്ലാഹ് നല്ല കുട്ടിയാണ്. ഞാനിങ്ങനെ ലിറ്ററലി എൻജോയ് ചെയ്യുന്നു അവളുടെ ഡാൻസ്. എക്സ്പ്രഷൻസൊക്കെ കാണാം, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസൊക്കെ അടിപൊളി എക്സ്പ്രഷൻസാണ്. എല്ലാവരും നോക്കി നിന്ന് പോവും. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ കണ്ടോ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടൊക്കെയുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ട്. നല്ല ബോൾഡാണ് കുട്ടി, മാഷാ അല്ലാഹ്. അങ്ങനെ തന്നെ വേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ കോളേജിൽ ഫസ്റ്റ് ഇയറിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് എല്ലാവരും ഒന്ന് ഉഷാറാകുക. ഇത് പറഞ്ഞപ്പോൾ എന്താ അറിയോ, ആ ബാക്കിൽ നിൽക്കുന്നവന്മാരെ കണ്ടോ, ഇവർ മിസ്സേ ഞങ്ങളെ വ്ളോഗിൽ കൂട്ടി എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല, ഞാൻ വ്ളോഗറാണെന്ന് എല്ലാവരും പറയണത്. പക്ഷേ ഞങ്ങളെ വ്ളോഗിൽ കൂട്ടിയെന്ന് പറഞ്ഞപ്പം ഞാൻ അവരെ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേ ഒക്കെ ഇതിന് നാണം, ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞു. പറയാൻ വലിയ ഡയലോഗ് അടിച്ചിട്ട് പക്ഷെ ഒക്കെ അങ്ങോട്ട് തിരിയും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഗസ്റ്റ് ശരത്ത്. ഫ്ലൂട്ടാറിസ്റ്റാണ്, വയലിനിസ്റ്റ് തോന്നുന്നു. വയലിനിസ്റ്റ് ഫ്ലൂട്ടാറിസ്റ്റ് അങ്ങനെയൊക്കെയാണ് അതിൽ കണ്ടത്. വയലിനിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ആൾ വയലിൻ വായിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ, എല്ലാവരും എണീപ്പിച്ചിട്ട് ബെഞ്ചും ഡെസ്കും ചെയേഴ്സൊക്കെ മാറ്റിയിട്ട് ബോയ്സിനും ഗേൾസിനും ഡിഫറെൻ്റായി കളിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ ബെഞ്ചിട്ടു. ബോയ്സിന് വേറെ സൈഡ്, ഗേൾസിന് വേറെ സൈഡ്, അങ്ങനെ ബെഞ്ചിട്ടു. അതായത് കൂട്ടിക്കലർന്ന് നല്ലതുമാണല്ലേ, അങ്ങനെയൊക്കെ കോളേജിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം ബോയ്സും ഗേൾസും അങ്ങനെ മിക്സായി കളിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് തോന്നുന്നു. അതിനോട് ഓപ്പോസ് ചെയ്യുന്ന കുറേ പേരുണ്ടാവും കേട്ടോ. പക്ഷേ ഞാനത് സപ്പോർട്ട് ചെയ്യില്ല. കാരണം ബോയ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഗേൾസിൻ്റെ കൂടെ അങ്ങനെ നമ്മളെത്ര മോഡേണിസം പറഞ്ഞാലും എനിക്കറിയില്ല, എനിക്ക് അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇയാളിങ്ങനെ ഓരോരോ ട്യൂണ് കൊണ്ടുവരും, കുട്ടികൾ അതിനനുസരിച്ച് ഇങ്ങനെ പാടും. ഇതിനൊക്കെ വോയിസ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. വോയിസ് അല്ല, അതിൻ്റെ റിയൽ മ്യൂസിക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് മാത്രം ഭയന്നുകൊണ്ടാണ് ഞാൻ എന്നെ ഇങ്ങനെ മണിക്കൂറായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, നല്ല വൈബുള്ള കുട്ടികൾ കേട്ടോ. അപ്പോൾ കണ്ടോ, ഒരുത്തന് ബെഞ്ചുമ്മ കയറിയിട്ട് ചാടി കളിക്കുകയാണ്. ബെഞ്ചല്ല, ഡെസ്ക്. എനിക്ക് എപ്പോഴും ബെഞ്ചും ഡെസ്കും മാറും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബെഞ്ചും ഡെസ്ക് മാറും, ലെഫ്റ്റും റൈറ്റും മാറും. പിന്നെ അതുപോലെ തന്നെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും മാറും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണിത്. അപ്പോൾ അവരിങ്ങനെ കളിക്കുക. മാഷാ അല്ലാഹ്, കുട്ടികളല്ലേ കളിക്കട്ടെ. പണ്ടൊക്കെ കോളേജിൽ പഠിച്ചിരുന്നത് ഞാനായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊസിഷനിൽ ഞാൻ ചിന്തിക്കുക, എല്ലാവരും താഴ്ന്ന് കളിക്കും, പിന്നെ എല്ലാവരും കാണട്ടെ വിചാരിച്ചിട്ട് ഞാൻ ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെയൊക്കെ മേലെ കയറിന്ന് കളിക്കും. അതായിരുന്നു ഒരവസ്ഥ. ഇപ്പോൾ കണ്ടോ, ഞാൻ പാവം ടീച്ചറായപ്പോൾ ഒന്നിനും യോഗമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും യോഗയില്ലല്ലോ. എന്നാലും കുറച്ചൊക്കെ ഞാൻ അവരെ കൂടെ കളിച്ചു. ബാക്കിൽ നിന്നിട്ടാണെങ്കിലും നമ്മളെ ഉള്ളിലുള്ളൊരു ഇമ്പൾസ് ഉണ്ട്, ഒരു പൾസ് വരുമ്പോൾ ആരാണെങ്കിലും ഉള്ളിലിങ്ങനെ ഒരു സ്പിരിച്വൽ ആളുകളാകുമ്പോൾ അധിക സമയം കണ്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഞാനും ഡാൻസ് കളിച്ചു കേട്ടോ. പിന്നെ നമ്മളെ ഫ്ലൂട്ടാറിസ്റ്റ് കുട്ടികളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂട്ടാറിസ്റ്റിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് നടക്കുമെന്ന്. കാരണം കുട്ടികളൊക്കെ കയ്യിലെടുക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ധാരണകളെല്ലാം തെറ്റിദ്ധാരണകളായിരുന്നു, എനിക്ക് മനസ്സിലായോ. അടിപൊളിയായിട്ടാണ് അയാൾ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നടത്തിയത് കേട്ടോ. കുട്ടികളൊക്കെ ലിറ്ററലി എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ ഇപ്പോൾ കോളേജസിലൊക്കെ എന്തോ നിയമമുണ്ട് തോന്നുന്നു, പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരാൻ പാടില്ല. ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോളേജിലെ പ്രിൻസിപ്പളിനൊക്കെ ഭയങ്കര ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ പ്രോഗ്രാമൊക്കെ ലൈറ്റാക്കിയത്. പക്ഷെ എന്നാലും ബ്യൂട്ടിഫുൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു വർഷത്തേക്ക് ഓർത്ത് നിൽക്കാനുള്ള കുറേ മെമ്മറീസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റുഡൻസിനും അതിലേറെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ടീച്ചേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ കോളേജ് എൻജോയ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി സ്റ്റുഡൻസിനെ. നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് പോകാമെന്ന് മാത്രം. പക്ഷെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ നമ്മളൊരു ടീച്ചറാണ് എന്നുള്ള കാര്യം കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മളെ കോളേജ് ലൈഫിലേക്കൊന്ന് തിരിച്ചു പോകും. ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ വയലിനിസ്റ്റ് ശരത്ത് എല്ലാവരും കയ്യിലൊതുക്കി ഉഷാറായിട്ട് എല്ലാവരും ഒന്ന് ഇളക്കി. അപ്പോൾ എന്താ പറയുക, ബോയ്സ് അങ്ങേ സൈഡിലും ഗേൾസ് ഇവിടെയായിട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ആദ്യം ബോയ്സിനോട് പറയും പാടും, പിന്നെ ഗേൾസിനോട് പറയും പാടും. അങ്ങനെ ആരും വിട്ടുകൊടുക്കാതെ നല്ല ഉഷാറായി പാടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിക്കൊക്കെ നല്ല എന്താ പറയുക, നല്ല ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല എന്താ പറയുക, ചാടിക്കളിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് മ്യൂസിക്കൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇയാൾ വയലിൻ വായിച്ചു. കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. കൂട്ടത്തിൽ നമ്മളെ ടീച്ചേഴ്സും നമുക്ക് ഉണ്ടായിരുന്ന മോണിറ്ററിങ് ഡ്യൂട്ടിയാണ്. പക്ഷേ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പ്രോഗ്രാം നല്ല അടിപൊളിയായിട്ട് നടന്നു. കുട്ടികൾ ആരും അലമ്പുണ്ടാക്കിയോ പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല കുട്ടികളുണ്ട്. നെസ്രയിലെ കുട്ടികൾ എല്ലാവരും നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നല്ല
ബോധമുള്ള കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി പിന്നെ കുട്ടികളുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അവർ മിസ്സേ ഞങ്ങളെ കൂടെ ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു കൂടെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ്. അവർ മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.